ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, യേശു എന്തുകൊണ്ടാണ് രക്ഷ ഈ ഭൂമിയിൽ കൊണ്ടുവരാൻ കുരിശു മരണം തിരഞ്ഞെടുത്തത്? എത്രയോ മരണരീതികളുണ്ടായിരുന്നല്ലോ. ആ കാലഘട്ടത്തിലും പല രീതിയിലും കൊല്ലുന്നുണ്ടായിരുന്നു. കല്ലെറിഞ്ഞൊക്കെ മനുഷ്യരെ കൊന്നതായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് കുരിശു മരണം തന്നെ യേശുവിനെ തിരഞ്ഞെടുത്തത്? അത് വെറുതെ അല്ല, അതിന് റീസണുണ്ട്. ആ റീസൺ എന്താണെന്നറിയോ? എന്തുകൊണ്ടാണ് യേശു മരിച്ചത്? ആ സ്നേഹത്തിന് വേണ്ടിയിട്ടാണ്. യേശുവിൻ്റെ മരണം പോലും സ്നേഹത്തിന് ഉദാത്തമായ കൃത്യമായ പാഠം നൽകുന്നുണ്ട്. ഒന്ന് ആ കുരിശു രൂപത്തിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയേ. യേശുവിൻ്റെ വിരിച്ച കരങ്ങളും ആ ശിരസ്സും കൃത്യമായിട്ട് നമ്മളെ പാഠം പഠിപ്പിക്കും. സ്വർഗത്തിലേക്ക് നോക്കി, പിതാവേ അങ്ങയുടെ കരങ്ങൾ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കും എന്ന് പറയുന്നത് പിതാവിനോടുള്ള സ്നേഹമാണ്. സ്വർഗത്തിലെ അപ്പൻ്റെ ആഗ്രഹം നിറവേറ്റിയതിൻ്റെ സന്തോഷമാണ്. അത് കൃത്യമായ ദൈവസ്നേഹമാണ്. എന്നാൽ വിരിച്ച കരങ്ങൾ എന്താണ്? അത് ഈ അപ്പൻ്റെ ഇഷ്ടം എന്തായിരുന്നു? അത് മനുഷ്യരെ നേടുക എന്നുള്ളതാണ്, സഹോദരരെ നേടുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇടവും വലവും ആ കരങ്ങൾ നീണ്ടു നിന്നു. എല്ലാവർക്കും സ്വാഗതം ചെയ്തുകൊണ്ട് വിരിച്ച കരങ്ങളുമായി ആ ഹൃദയം, ആ തുടിക്കുന്ന ഹൃദയം കാത്തിരുന്നു. അങ്ങനെ വിരിച്ച കരങ്ങൾ സഹോദര സ്നേഹത്തിൻ്റെയും ഉയർന്ന ശിരസ് ദൈവസ്നേഹത്തിൻ്റെയും പാഠം പഠിപ്പിക്കുന്നതാണ്. കുരിശുരൂപം ഒന്ന് കൃത്യമായി നോക്കിയാൽ മനസ്സിലാകും, ക്രിസ്തു സ്നേഹത്തിന് വേണ്ടി മരിച്ചു എന്ന് പറയുമ്പോൾ ആ മരിച്ച രീതി പോലും സ്നേഹത്തിൻ്റെ കൃത്യമായ പ്രതീകമാണ്. ദൈവസ്നേഹവും മനുഷ്യ സ്നേഹവും. ഇന്നൊരു നിയമജ്ഞനായ മനുഷ്യനാണ് യേശുവിനോടൊന്ന് ചോദിക്കുന്നത്, ഗുരു, ഏതാണ് ഏറ്റവും വലിയ കൽപ്പന? അതറിയാത്ത മനുഷ്യനൊന്നുമല്ല, അയാൾ നിയമം പഠിപ്പിക്കുന്ന മനുഷ്യനാണ്, കൃത്യമായി വ്യാഖ്യാനിക്കുന്ന മനുഷ്യനാണ്. എന്നാലും ആ മനുഷ്യൻ്റെ ചോദ്യത്തിൽ ക്രിസ്തു പറഞ്ഞു. കാരണം വാഗ്വാദം നടത്തുന്ന ചോദ്യമല്ല അത്, കൃത്യമായി ഉത്തരം കൊടുക്കേണ്ട ചോദ്യമാണ്. ദൈവസ്നേഹവും മനുഷ്യസ്നേഹവും ഒരുപോലെ നിറഞ്ഞിരിക്കേണ്ട ഒരു നിയമം. ആ നിയമമാണ് ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്. കുരിശുമരണത്തോളം സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്തി കരങ്ങൾ സഹോദരങ്ങൾക്ക് വിരിച്ചു വേണം ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ ജീവിക്കാൻ. ഒരുപക്ഷെ അങ്ങനെ ജീവിക്കുന്ന മനുഷ്യർക്ക് ലഭിക്കുന്ന എന്താണെന്നറിയോ? ആ കുരിശ് തന്നെയാണ്, വേദന തന്നെയാണ്, സഹനം തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ആ സ്നേഹത്തിന് രക്ഷ നൽകാൻ സാധിക്കുമെന്ന് മറന്നു പോകരുത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.